നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ 2 വാരം ഇഞ്ചിയൊക്കെ നട്ട് വളർത്തി അത് വിളവെടുക്കുന്ന ഷോർട്സ് വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ ഇഞ്ചി വിളവെടുത്തത് നമുക്കൊരു 6-7 കിലോ ഇഞ്ചിയോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ നേരെ നമ്മുടെ ഇഞ്ചിയെല്ലാം ക്ലീൻ ചെയ്ത് നേരെ നമ്മുടെ വീട്ടിൽ പോയി കുറച്ച് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചു. പിന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ അടുത്ത വർഷത്തേക്ക് നമ്മൾ നടാൻ വേണ്ടി വിത്തിനാക്കി എടുത്ത് വെച്ചു കേട്ടോ. ആ എടുത്ത് വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ഇഞ്ചികളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മളത് ചുക്കാക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇഞ്ചിയെല്ലാം ചിരണ്ടി നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ട് നമ്മൾ വെയിലത്ത് വയ്ക്കാം കേട്ടോ. ഒരു പേപ്പറൊക്കെ വിരിച്ച് നമ്മൾ വെയിലത്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചുക്ക് ഉണ്ടാക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യണത്. അങ്ങനെ ചിരണ്ടിയ ഇഞ്ചികളെല്ലാം നമ്മൾ വെയിലത്ത് വെച്ചു. ഏകദേശം ഒരു 1.5 ആഴ്ചത്തെ വെയിൽ കൊണ്ടു കേട്ടോ. 1.5 ആഴ്ച വെയിൽ കൊണ്ടപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞ ചുക്ക് എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല, വെയിൽ കൊണ്ട് ശരിക്കും അത് ചുക്കായി പോയിട്ടോ. അത്യാവശ്യം ഒരു ചെരുവത്തിന് നമ്മൾ കൊണ്ടുവന്നിട്ടതാണ്. അപ്പം നമുക്ക് ആകെ കുറച്ച് ചുക്കായിട്ട് ലഭിച്ചുള്ളൂ. ഉണങ്ങി എല്ലാം വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ചുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഒരു നനവില്ലാത്ത കുപ്പിയിലൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടാവശ്യമുള്ള ചുക്കും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം.